വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു ഹോം ടൂർ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. പലതരത്തിലുള്ള ഹോം ടൂർ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണും കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഹോം ടൂറൊക്കെ കാണുമ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആയിരിക്കുമല്ലോ. ഇത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ക്ലീനിങ് ആണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലീനിങ് പ്ലസ് ഹോം ടൂറായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മളുടെ വീഡിയോയിലാണെങ്കിൽ ആരോ ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോയുടെ കാര്യം. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഈ ഒരു സമയത്ത് എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ അല്ലാതെ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ സിറ്റ് ഔട്ട് പോലെ നമ്മളുടെ ഒരു ഏരിയ ആണ്. അവിടെ നമ്മളാണെങ്കിൽ ഒരു സോഫയാണെങ്കിൽ ഇട്ടിട്ടുണ്ട്. ചൂട് സമയത്തൊന്നും നമുക്കിവിടെ വന്നിരുന്ന് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. നമുക്ക് തണുപ്പ് സമയത്താണെങ്കിൽ വന്നിരുന്ന് നമുക്ക് ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടെ ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ഷൂ റാക്കുണ്ട്. അതുപോലെ ആണെങ്കിൽ അവിടെ ഒരു പിന്നെ ഭിത്തിയിൽ കണ്ടില്ലേ 2 പിക്ചറൊക്കെ കണ്ടില്ലേ, ഏഞ്ച് വരച്ച് വെച്ചേക്കുന്നതാണേ. നമ്മളുടെ കബോർഡിൻ്റെ ആണെങ്കിൽ ഒരു ഇതാണ് 2 തട്ടാണ് അതിൻ്റെ പലകയാണ്. ആ പലകയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ അതെടുത്തിട്ട് അതൊരു തട്ട് പോലെ അങ്ങനെ ആ ഒരു പിക്ചർ പോലെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് അവിടെ വെച്ചു. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. അത് കാരണം കൊണ്ട് അത് കളയാൻ തോന്നിയില്ല. അത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുറേ വട്ടമാണെങ്കിൽ വോയിസ് ഓവർ കൊടുത്തു. പക്ഷേ പിന്നെ നോക്കുന്ന സമയത്ത് അതൊന്നും ആണെങ്കിൽ അതിൽ റെക്കോർഡായിട്ടില്ലായിരുന്നു. മൈക്കിൻ്റെ പ്രശ്നമോ എന്തോ സംഭവമാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും ആണെങ്കിൽ മൈക്കിലൊന്ന് മാറ്റി ഒന്ന് ഊരിയെടുത്ത് വീണ്ടും ആണെങ്കിൽ കുത്തി അങ്ങനെ വീണ്ടും ഇതാണെങ്കിൽ ഒരു 4ാമത്തെ വട്ടമാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഓക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത റൂമാണെങ്കിൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വോയിസ് ഓവർ കൊടുത്ത് നല്ല രീതിയിൽ കൊടുത്ത് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ നമ്മൾ പറഞ്ഞങ്ങ് പോയി. വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ഇപ്പം പറയുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് മാറി കേട്ടോ. എന്നിരുന്നാലും നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ട വീഡിയോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മടിച്ചിയാകാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ഈ റൂമാണെങ്കിൽ ആദ്യം ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തൂത്തുവാരി എടുക്കുവാണെങ്കിൽ നല്ല വൃത്തിക്കായിട്ട് ഇരിക്കുമല്ലോ. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാ റൂമുകളും തൂത്തൊക്കെ വാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമാണെങ്കിൽ തൂത്തുവാരി എടുക്കും, പിന്നെ ആ റൂമാണെങ്കിൽ ക്ലീൻ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ. ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ ഏഞ്ചു ആണെങ്കിൽ ഇത് ക്ലേ കൊണ്ട് അവളൊരു ഫ്ലവർ ഉണ്ടാക്കുമായിരുന്നു. അതാണെങ്കിൽ ടേബിളിലിട്ടിട്ടാണ് ഇതിങ്ങനെ കുഴച്ചെടുത്തത് വെള്ളമൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും നമ്മളത് തുടച്ച് കഴിയുമ്പോൾ അത് പോവും കേട്ടോ. അവൾ തന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ അവളത് ഞാൻ എന്നിട്ട് പറയുമായിരുന്നു, പൂ റെഡിയാക്കുവാണെങ്കിൽ നിനക്ക് ബോർഡുകളുണ്ട്, ആ ബോർഡിലാണെങ്കിൽ വെച്ചിട്ട് സുഖമായിട്ട് അത് കുഴച്ചെടുക്കാമായിരുന്നു. അപ്പോൾ ആദ്യം ഒരു പേപ്പറിലാണെന്ന് തോന്നുന്നു കുഴയ്ക്കാനെടുത്തത്. അതുകൊണ്ട് ആ പേപ്പർ അവിടെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കി അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളിത് കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഏബലിൻ്റെയും ഏഞ്ചലിൻ്റെയും ബുക്കും ഒക്കെ വെക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിരുന്ന് പഠിക്കുന്നതൊക്കെ ഒരു റൂമിൽ തന്നെ ആയിരുന്നു. ഒരു സൈഡിൽ ഏബലിൻ്റെ ബുക്സൊക്കെ വെക്കും, ഒരു സൈഡിലാണെങ്കിൽ ഏഞ്ചലിൻ്റെ ബുക്കൊക്കെ വെക്കും. അങ്ങനെയായിരുന്നു ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് 2 റൂമിലായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റൂമിൽ കിടന്നിരുന്ന കാർപ്പറ്റും അതും ഇതും ഒക്കെ ആണെങ്കിൽ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ആണെങ്കിൽ ബെഡൊക്കെ ആണെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഒന്ന് വിരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏഞ്ചു അവളുടെ ബുക്കും ടെസ്റ്റും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവൾ തന്നെ അതെല്ലാം ഒന്ന് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് തൂത്തെല്ലാം വാരിയെടുക്കുകയാണ്. അപ്പോൾ എത്ര നമ്മൾ തൂത്ത് വാരിയെടുത്തെന്ന് പറഞ്ഞാലും പൊടി ഒരുപാട് പൊടികളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അടിയിലിരിക്കുന്ന ആ ഒരു സാധനങ്ങളെല്ലാം ഏഞ്ചുവിൻ്റെ ഓരോരോ കളിപ്പാട്ടങ്ങളും അതും ഇതും ഒക്കെ ആയിട്ടാണ്, ബോർഡും
ഒക്കെയാണ്. ആ ഒരു ബാസ്ക്കറ്റിലാണെങ്കിൽ ഇരിക്കുന്നത് ഫുള്ളാണെങ്കിൽ അവളുടെ ടോയ്സാണ് കേട്ടോ. അപ്പോൾ ടോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടോയ്സുകളൊന്നും എപ്പോഴും 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 ഇങ്ങനെ മേടിച്ചിരിക്കത്തില്ല. പക്ഷേ ആ മേടിക്കുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കും. ഏബിളും പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ആണെങ്കിൽ ഒരു കാറുണ്ടെങ്കിൽ ആ കാറാണെങ്കിൽ പീസ് പീസായിട്ടാക്കും. ആക്കിയിട്ട് അതിലേത് ഒരു ചെറിയൊരു കഷ്ണം ഒരു നൂല് കെട്ടിയിട്ട് അതുകൊണ്ട് നടക്കുന്നത് കാണാം. അങ്ങനെയാണ് ഏബൽ. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ടോയ് അവൻ്റെ കയ്യിലാണെങ്കിൽ അവൻ എടുക്കുന്ന ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ കാറ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ പറയുന്ന വണ്ടിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവന് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കാറോ ഏതെങ്കിലും ഒരു ടോയ്സ് അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും അവന് കിട്ടുവാണെങ്കിൽ ആ നേരത്തെ ഇരുന്നത് തല്ലിപ്പൊട്ടിച്ച് ഡസ്റ്റ്ബിന്നിലിടും. അതാണ് അവൻ്റെ ഒരു കാര്യം. അപ്പം നമ്മൾ മുക്കിലും മൂലയെല്ലാം ആണെങ്കിൽ തൂത്തുവാരി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തൂത്തുവാരി ഞാനാണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ റൂമാണെങ്കിൽ അങ്ങ് തുടച്ചുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൂടെ കഴിയുമ്പോഴത്തേനും നമുക്കാണെങ്കിൽ പിന്നെ ഈ റൂമിലാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ചെയ്യണ്ടല്ലോ. ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഇതെല്ലാം മാറ്റി പറക്കി എല്ലാം എടുത്ത് നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ ടേബിളും പിന്നെ അതുപോലെ കട്ടിലും എല്ലാം ആണെങ്കിൽ തുടച്ച് ഒക്കെ എടുക്കും. പക്ഷേ ഇന്ന് ഞാൻ ഡീപ്പ് ക്ലീനിങ് അല്ല ചെയ്യുന്നത്. സാധാരണ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ക്ലീൻ എടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയൊരു ഇതിൽ നമുക്ക് അങ്ങനെ തുടച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് ആദ്യമാണെങ്കിൽ കുറച്ച് സ്ഥലമാണെങ്കിൽ തുടച്ച് കഴിയുമ്പോഴത്തേന് ഈ മോപ്പങ്ങ് ഡ്രൈ ആവും. പിന്നെ നമ്മൾ വീണ്ടും ആണെങ്കിൽ വെള്ളത്തിൽ അതെല്ലാം ഒന്ന് ഒലച്ചെടുത്ത് വരണം. അത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും ആണെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് നമുക്ക് പോകാനും പറ്റത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നു ചായയല്ലോ ഈ കളറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെങ്കിൽ എടുത്തിട്ട് അത് തറയിലൊക്കെ കാണും. അപ്പം നമ്മളിങ്ങനെ ഒറ്റ ഒരിതിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുമ്പോൾ അത് ശരിക്കും പോകത്തില്ല. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലാണെങ്കിൽ നന്നായിട്ട് കാലും കൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ആണെങ്കിൽ മോപ്പൊന്ന് ശക്തിയിൽ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അതുപോലെ ചൂടല്ലേ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പം അതെങ്കിൽ ഞാൻ എല്ലാം തൂത്ത് തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് ആ റൂമിൽ കാർപ്പറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. തുടച്ച് തൂത്ത് എല്ലാം വൃത്തിയായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഈ റൂമിൽ തന്നെ ആണെങ്കിൽ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. അപ്പം വാഷ്റൂം ആണെങ്കിൽ നമ്മൾ ക്ലീൻ ഒന്നും ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. അതാണെങ്കിൽ ഓൾറെഡി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്തൊന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല. പിന്നെ ഏബലാണെങ്കിൽ കണ്ടില്ലേ ഏബലിൻ്റെ ആണെങ്കിൽ പേപ്പറാണ് പഠിക്കേണ്ടതാണെങ്കിൽ പ്രിൻ്റ് എടുത്തേക്കുന്ന പേപ്പറാണ്. അത് സോഫയിലിട്ടിട്ട് അവനോട്ടിരുന്ന് ടി വി കാണുകയാണ്. പപ്പായും രണ്ടുപേരും കൂടെ. പക്ഷേ ടി വി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അത് വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഇതെല്ലാം അതിനകത്ത് വന്നിട്ട് കോപ്പിറൈറ്റ് ആവുമല്ലോ. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പുറത്തെ റൂമിൽ നിന്നാണെങ്കിൽ അത് വാരിയെടുത്ത് ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു. ആ റൂമിലെ പൊടിയൂടാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിലും എല്ലാം ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ഫോൺ എങ്ങാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഓരോന്നോരോന്ന് നമ്മൾ തൂത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ സോഫയും അതുപോലെ തന്നെ ടി വിയും പിന്നെ സൈഡിലാണെങ്കിൽ ഒരു ടേബിള് ചെറിയൊരു ടേബിൾ പോലെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഫിഷ് ടാങ്കൊക്കെ വെച്ചിരുന്നത്. പക്ഷേ ഫിഷ് ടാങ്കിൽ ഇപ്പം ഫിഷൊന്നും ഇല്ല. കാരണം നേരത്തെ മേടിച്ചൊക്കെ ആണെങ്കിൽ നമ്മളത് എനിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണോ എന്താണെന്നറിയത്തില്ല. അതിങ്ങനെ ചത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിപ്പോൾ ആണെങ്കിൽ ഇതിനെ മേടിക്കുന്നത് നിർത്തി. കാരണം നമുക്കതൊരു വിഷമമാണ്. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലിങ്ങനെ നമ്മൾ സ്നേഹത്തോടെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് ചത്തുപോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. അതുപോലെ തന്നെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ആണെങ്കിൽ ചൂടൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമുക്ക് അതിങ്ങനെ ചത്തു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അത് കാരണം കൊണ്ടാണ് ഇപ്പം അതിനെയൊന്നും പിന്നെ മേടിക്കുന്നേ ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ നമുക്കതിനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം കൊണ്ട് അപ്പം നമ്മുടെ ഒരു പിഴവ് കൊണ്ടാണെങ്കിൽ ഒരു ജീവൻ ഇല്ലാതാവുമ്പം അത് ശരിയല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ അതുങ്ങളെയൊന്നും മേടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏബിളാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓരോ സ്ഥലങ്ങളിലും മാറി 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 ഇരുന്നിട്ട് ടി വി കാണുവാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്ത് കേട്ടോ. എന്നിട്ടിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഏബലിൻ്റെ പേപ്പറാണ് ഞാനെടുത്ത് വെച്ചത്. പിന്നെ ജസ്റ്റ് ആണെങ്കിൽ സോഫയാണെങ്കിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് ഇത് അതിൻ്റെ ആണെങ്കിൽ കുഷ്യനെല്ലാം ഒന്ന് വൃത്തിക്കിട്ടതേ ഉള്ളൂ. സാധാരണ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ കുഷ്യനെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ സോഫയൊക്കെ ആണെങ്കിൽ ഒന്ന് വൃത്തിയാക്കും. പിന്നെ ഞാനാണെങ്കിൽ ഡെറ്റോളും അതുപോലെ തന്നെ കംഫോർട്ടുണ്ട്, നമ്മൾ തുണിയാണെങ്കിൽ കഴുകുന്ന അതിനുള്ള കംഫോർട്ടും കൂടെ ആണെങ്കിൽ ഒരുമിച്ച് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലൊഴിച്ച് ആ വെള്ളത്തിൽ ടവലിൽ മുക്കി ഈ ഒരു സോഫയൊക്കെ ആണെങ്കിൽ തുടച്ചെടുക്കും. അപ്പോൾ നല്ലൊരു മണവുമാണ്, നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തറ തുടയ്ക്കാൻ എടുക്കുന്നത് വെച്ചാൽ പുൽത്തൈലം ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല മണമാണ് കേട്ടോ. പുൽത്തൈലത്തിന് പകരം ഈ പറഞ്ഞ പോലെ ഡെറ്റോളും അതുപോലെ തന്നെ കംഫോർട്ടും കൂടെ ആണെങ്കിൽ ഒരുമിച്ച് ഒഴിച്ചിട്ട് അങ്ങനെയുള്ള ആ വെള്ളത്തിൽ തുടയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഏബലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മാറി മാറി ഇരുന്നിട്ട് ടി വി ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ആണെങ്കിൽ തുടച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ പ്ലാസ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അത് കാണും ഈ തറയിൽ. അതാണെങ്കിൽ ഈ കത്രിക കൊണ്ടൊക്കെ ആണെങ്കിൽ മുറിച്ച് ഇച്ചിരി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും. അത് നമ്മൾ നോക്കുമ്പോഴത്തേനാണെങ്കിൽ തറയിൽ കാണും. അത് പിന്നെ നമ്മളാണെങ്കിൽ പറിച്ചൊക്കെ എടുത്തിട്ട് വേണം തൂത്തൊക്കെ വാരിയെടുക്കാൻ. ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കളറുകളായിരിക്കും, ചില കളറുകളൊന്നും പോകത്തില്ല. ഈ പെയിൻ്റൊക്കെ അടിച്ചിട്ടാണെങ്കിൽ അത് കാണും അവിടെ. അപ്പം ഞാൻ പറയാറുണ്ട്, അങ്ങനെയൊക്കെ വീഴുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്തൊന്ന് തറയിലൊക്കെ നോക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി ഒക്കെ ആ സെയിം ടൈമിൽ തന്നെ ക്ലീൻ ചെയ്ത് കളയുവാണെങ്കിൽ നമുക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ലല്ലോ. പിന്നെ ഒരു ഭിത്തിയിലൊക്കെ കണ്ടിട്ടില്ലേ, എൻജോയിൻ്റെ കലാവിരുതുകളാണ്. പിന്നെ ആ ഒരു സൈഡിലാണെങ്കിൽ ഒരു ഫ്രെയിം പോലെ ചെയ്ത് വെച്ചേക്കുന്നത് അത് ഞാനാണ് കേട്ടോ. പിന്നെ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ഇവർ വാൾപേപ്പറാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ പെയിൻ്റ് ആയിട്ടുള്ളത്. പെയിൻ്റൊക്കെ ആണെങ്കിൽ പിന്നെ ഇവരാണെങ്കിൽ ഭിത്തിയിലൊന്നും വരച്ചൊന്നും വെക്കത്തില്ല. അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ചില പിള്ളേരൊക്കെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരച്ച് വെക്കുന്നവരുണ്ട്, പക്ഷെ ഇവരങ്ങനെ വരച്ചൊന്നും വെക്കാറില്ല. അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു ഇതൊന്നും തോന്നാറില്ല, ബുദ്ധിമുട്ടുകൾ. പിന്നെ ഈ ഒരു റൂമിലാണെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഡൈനിങ് ടേബിളായാലും അങ്ങനെ ഒന്നും ക്ലീൻ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, അതെല്ലാം ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ അയൺ ടേബിളാണ്. അയൺ ടേബിളിൽ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് ഏബലിൻ്റെ ബുക്കും പുസ്തകമൊക്കെ ഇരിക്കുന്നത്. പിന്നെ ആ ഒരു സ്റ്റാൻഡ് അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ഫാനാണ് കേട്ടോ. ആ ഫാനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളതിനെ ഒരു സ്റ്റാൻഡാക്കി, ക്ലോത്ത്സ് സ്റ്റാൻഡാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് തുണികൾ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ തൂക്കിയിടാം കേട്ടോ. നേരത്തെ എനിക്ക് തോന്നുന്നു ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടത്. അത് കാരണം കൊണ്ട് ഞാനതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. അപ്പോൾ ഇതാണെങ്കിൽ സാധാരണ ഇപ്പോൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്തുവാരി തുടച്ചെടുക്കുന്നേ ഉള്ളത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തുടച്ചൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെയറും ഇതെല്ലാം ഇവിടുന്ന് മാറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യും. ഏഞ്ചലാണെങ്കിൽ അവിടെ ഭിത്തിയിലാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏബലാണെങ്കിലും ഏബലിൻ്റെ ഒരു പഴയ അവൻ ചെയ്ത ഒരു ക്ലോക്കിൻ്റെ ഒരു ആർട്ടുണ്ട്, അത് ആണെങ്കിൽ അവൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ടൈം ടേബിളാണ് കേട്ടോ ആ സൈഡിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഈ സൈഡിലിരിക്കുന്ന ഒരു പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏഞ്ചു വരച്ചതാണ്. ഏഞ്ചു നേരത്തെ വരച്ചതാണ്. അത് അവൾ ഒരു പ്രാവശ്യം അങ്ങനെ വരച്ചിട്ട് അത് മാറ്റി പിന്നെ വേറെ രീതിയിലാക്കി വരച്ചു. അങ്ങനെയൊക്കെ ആക്കി ഇപ്പോൾ ഈ ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നാണെങ്കിൽ അവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഡൈനിങ് ടേബിളിൽ. ആ മണി പ്ലാന്റിൽ ഞാനാണെങ്കിൽ മുറിച്ചിട്ടാണ് വേറെ കപ്പുകളിലൊക്കെ ആക്കിയൊക്കെ വെച്ചേക്കുന്നത്. അതും അവിടെ നന്നായിട്ട് തന്നെ പൊട്ടിക്കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേബി റൂം എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളൊരു റൂമാണ്. ഏബലിൻ്റെ ബുക്കും പുസ്തകമൊക്കെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഏബൽ ഇവിടെ ഇരുന്നൊന്നും പഠിക്കത്തൊന്നുമില്ല. അവനാണെങ്കിൽ മെയിനായിട്ടല്ല എപ്പോഴും തന്നെ ഇരിക്കുന്നത് ഹാളിലായിരിക്കും. അവിടെ ഇരുന്നാണ് അവൻ പഠിക്കുന്നതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ അടിയിലാണെങ്കിൽ ബാഗൊക്കെ വെക്കാനാണെങ്കിൽ പറ്റും, അങ്ങനെ എടുത്ത് ഒതുക്കിയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അവൻ്റെ ബുക്കും പുസ്തകമൊക്കെ ആണെങ്കിൽ വെക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 പേർക്കൊണ്ട് ട്രേ പോലെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോമൺ വാഷ്റൂമാണേ. അവിടെ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു വാഷ്റൂമിലാണ്. ഇത് അടുത്തൊരു റൂമാണ്, പക്ഷേ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ബെഡും അതുപോലെ തന്നെ സൈഡ് ടേബിൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ആ ഒരു സൈഡ് ടേബിളാണ് അപ്പുറത്തെ റൂമിലാണെങ്കിൽ വെച്ചിരിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഡ്രസ്സിങ് ടേബിൾ ഇല്ലാത്തത് കൊണ്ട് അതിനൊരു വലിയൊരു മിറർ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഈ ഒരു സൈഡ് ടേബിളിലൂടെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞപ്പം ഒരു
ഇതായി എന്താ പറയുക, ഡ്രസ്സിങ് ടേബിളായി. എൻജു ആണെങ്കിൽ ഒരു ക്ലേ വെച്ചിട്ട് അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടേബിളില്ലേ, അതാണ് ഇവിടുത്തെ ഈ ഒരു ബെഡിൻ്റെ സൈഡ് ടേബിളാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ അറ്റാച്ച്ഡ് ഒരു വാഷ്റൂം കൂടെ ഉണ്ട്. ഒരു കോമൺ വാഷ്റൂമും അതുപോലെ തന്നെ 2 അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഇവിടെ നമുക്കുള്ളത്. അപ്പം മെയിനായിട്ട് നമ്മളാണെങ്കിൽ ഈ ഒരു വാഷ്റൂമാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും കേട്ടോ. പിന്നെ രാവിലെയൊക്കെ ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ പോകേണ്ട ആ ഒരു സാഹചര്യങ്ങൾ മാത്രമാണ് എല്ലാ റൂമും നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻജുവിൻ്റെ ആണെങ്കിൽ എൻജു നേരത്തെ റെഡിയാക്കിയ ഒരു മുല്ലപ്പൂ അത് കണ്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ. അതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ ഒരു ബെഡും ഞാൻ പറഞ്ഞില്ലേ 2 സൈഡ് ടേബിൾ ഉള്ളതിൽ ഒരെണ്ണമാണ് അപ്പുറത്ത് കിടക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു കബോർഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ആണെങ്കിൽ ഒരു ഡ്രസ്സിങ് ടേബിളും ഉണ്ട്. ഇതാണെങ്കിൽ എൻജു നേരത്തെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പണ്ട് ലൈവൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവൾ റെഡിയാക്കിയ ഫ്ലവേഴ്സൊക്കെയാണ്. ഇപ്പം പക്ഷേ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ കാണാറില്ല. പിന്നെ അവൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് അവളുടെ കുറേ വളകളൊക്കെയാണ്. അതിങ്ങനെ എടുത്തൊരു ഇതിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഡ്രസ്സിങ് ടേബിളിലേക്ക് ഡെക്സും അതും ഇതുമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഞാനിവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് നമ്മുടെ പിന്നെ ചാർജറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലാണ് അങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്ന ബാഗും അങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് എൻജു ആണെങ്കിൽ നമ്മുടെ ഈ പേസ്റ്റ് ബോർഡ് ഉണ്ടല്ലോ അതിൽ വരച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നല്ല രസമില്ലേ, ഒരു സ്പ്രേ കുപ്പിയുടെ അടപ്പാണേ, മാനിൻ്റെ തലയുള്ള സ്പ്രേ കുപ്പി. ഇപ്പം അത് തീർന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കിച്ചൺ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്നതാണല്ലോ. അതിൽ ഞാൻ പ്രത്യേകിച്ചാണെങ്കിൽ ഒന്നും പറഞ്ഞു തരണ്ടല്ലോ. ഇത് നമ്മളാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ നേരത്തെ ഈ തട്ടടിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വേറെ ആണെങ്കിൽ ഒത്തിരി പാചകങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളാണെങ്കിൽ ഒരു ടേബിൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുക്ക് ഷെൽഫാണ്. അത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു രീതിയിൽ അങ്ങനെ ആക്കി നമ്മൾ എടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ ചെറിയൊരു അടുക്കള. ചെറിയതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പം ഇതിലും ചെറിയതായിട്ടുള്ള അടുക്കളകളൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് വലുത് തന്നെയാണെന്ന് പറയാം. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യത്തില്ലേ. അപ്പോൾ നമ്മൾ കുറേയേറെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും സാധനം ഒന്നും എടുത്ത് വെക്കാനൊന്നും സ്ഥലമില്ലാത്ത പോലെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഒരു ഇത് തോന്നുമെന്നല്ലാതെ എനിക്കിഷ്ടമാണ് ഇത് നമ്മുടെ കിച്ചണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് നമ്മുടെ ജോലി നമ്മൾ തൊട്ടടുത്തടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ചെറിയൊരു ഏരിയയാണ്. അവിടെ നമ്മൾ ഓവനും അതുപോലെ തന്നെ വാട്ടർ ഡിസ്പെൻസറും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു ചെറിയ ഏരിയയാണ്. അവിടെ നമ്മൾ എന്താ പറയുക, ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലവും പിന്നെ അതുപോലെ ഓവന് നമ്മൾ പിന്നെ ഒരു ഗ്രില്ല് ചെയ്യാനുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ നമ്മളിവിടാണ് വെച്ചിരിക്കുന്നത്. ചെറിയൊരു ഏരിയ ആണിത് കേട്ടോ. അങ്ങനെയുള്ളതാണ് നമ്മുടെ ഈ ഒരു ഏരിയ. അവിടെ ആണെങ്കിൽ വെട്ടമെന്ന് വെച്ചാൽ ചെറിയൊരു വെട്ടമാണ്. അതധികം എന്താ പറയുക, വലിയ വെട്ടമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ വെട്ടത്തിൻ്റെതായ ആവശ്യങ്ങളില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.